എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. വിജയകുമാർ, ഈ ഷെഡ്യൂളിനെ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുന്നത്? വേണു, ഏറ്റവും പ്രധാനപ്പെട്ടതും കേരളത്തിന്റെ കാര്യം തന്നെയാണ്. രണ്ടാം ഘട്ടത്തിൽ, അതായത് ഏപ്രിൽ 26-നാണ് നമ്മൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഡേറ്റ് ഒരിക്കൽ കൂടി, ഏപ്രിൽ 26-ന് പൊതു തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. വിജ്ഞാപനം മാർച്ച് 28-ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 4-ആണ്. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5, പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8. വോട്ടെണ്ണൽ രാജ്യവ്യാപകമായി ജൂൺ 4-ന് നടക്കും. അങ്ങനെ പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. 7 ഘട്ടങ്ങളിലായി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കും. ഏപ്രിൽ 26-നാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഏപ്രിൽ 26-നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടമായി നടക്കും. ആദ്യഘട്ടം ഏപ്രിൽ 19. ഏപ്രിൽ 19-ന് തുടങ്ങി ജൂൺ 4-ന് വോട്ടെണ്ണലോടെ അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അതിൻ്റെ സമയക്രമമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാൻ ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ നൽകുന്നത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ മെയ് 13-നും അരുണാചൽ പ്രദേശ്, സിക്കിം സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ 19-നുമാണ് വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. അതാണ് വിധി ദിനം എന്നത് ജൂൺ 4-ആണ്. ഇതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടക്കും. നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഈ തീയതികൾ പ്രഖ്യാപിക്കുകയായിരുന്നു. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഒരിക്കൽ കൂടി ആ തീയതികൾ, ഏറ്റവും പ്രധാനപ്പെട്ട തീയതികൾ കേരളത്തിൻ്റെ കാര്യത്തിൽ. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഏപ്രിൽ 26-ന്. അതിൻ്റെ വിജ്ഞാപനം മാർച്ച് 28-ന് നടക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 4-ആണ്. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന്, പിൻവലിക്കാനുള്ള തീയതി ഏപ്രിൽ 8. വോട്ടെണ്ണൽ ജൂൺ 4. നമ്മൾ 26-ന് വിധി എഴുതുകയാണ്. കേരളം രണ്ടാം ഘട്ടത്തിലാണ്, പൊതു തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് കേരളം വിധി എഴുതുന്നത്, പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. മൊത്തം 7 ഘട്ടമായി ഏപ്രിൽ 26-ന് രണ്ടാം ഘട്ടത്തിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് 7 ഘട്ടമായി നടക്കും. അതിൻ്റെ ആദ്യഘട്ടം ഏപ്രിൽ 19-നാണ്. ഏപ്രിൽ 19 മുതൽ വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ 4 വരെ നീണ്ടു നിൽക്കുന്ന വളരെ സമഗ്രമായ ഒരു തെരഞ്ഞെടുപ്പ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ടത്തിൽ ഏതാണ്ട് 1 മാസത്തിലധികം ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊക്കെയായി ബാക്കിയുണ്ട്. എങ്കിൽ പോലും വളരെ വേഗത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് തീയതിയിലേക്ക് എത്തുകയാണ്. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അംഗം കുറിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 7 ഘട്ടങ്ങളിലായി രാജ്യം വിധി എഴുതാൻ പോകുന്നു. അതിൻ്റെ ആദ്യഘട്ടം ഏപ്രിൽ 19-നാണ്. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. രണ്ടാം ഘട്ടത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഏപ്രിൽ 26-ന് വിധി എഴുതാൻ പോകുന്നത്. ഇതിനോടൊപ്പം ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നമ്മൾ ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ ആവുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുമെന്ന സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇതുകൂടാതെ ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമുണ്ട്. ജൂൺ 4-നാണ് രാജ്യത്ത് വോട്ടെണ്ണൽ നടക്കുന്നത്. പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് വേഗത്തിൽ കടക്കേണ്ടതുള്ളത് കൊണ്ട് ജൂൺ 4-ന് വോട്ടെണ്ണൽ നടക്കും. അങ്ങനെ ഏതാണ്ട് ഏപ്രിൽ 19-ന് ആദ്യഘട്ടം മുതൽ ജൂൺ 4 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ 7 ഘട്ടങ്ങളിലായി രാജ്യം വിധി എഴുതുന്നു. രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 26-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകും. വേണു. എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ജനാധിപത്യത്തിന്റെ വോട്ടുത്സവത്തിന് അംഗത്തീയതി കുറിച്ചിരിക്കുകയാണ്. 7 ഘട്ടമായി രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. രാജ്യം കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 7 ഘട്ടമായി രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആദ്യഘട്ടം ഏപ്രിൽ 19-ന്. രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ കേരളം വിധി എഴുതാൻ പോകുന്നു. കേരളം ഏപ്രിൽ 26-ന് വിധി എഴുതും. വോട്ടെണ്ണൽ ജൂൺ 4-നാണ് നടക്കുക. പത്രികാ സമർപ്പണം ഏപ്രിൽ 4. പിൻവലിക്കാനുള്ള തീയതി ഏപ്രിൽ 8. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നും അതിൻ്റെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടു. ആദ്യഘട്ടത്തിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിധി എഴുതാൻ പോകുന്നു. രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ കേരളം ഏപ്രിൽ 26-ന് കേരളം വിധി എഴുതാൻ പോകുന്നു. കാത്തിരുന്ന തീയതി, അംഗത്തീയതി കുറിച്ചിരിക്കുന്നു. ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ് നടക്കും. ജൂൺ 4-ന് രാജ്യം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. ബി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, രണ്ടാം ഘട്ടത്തിൽ നമ്മൾ വിധി എഴുതാൻ പോകുന്നു. ആവശ്യത്തിന് പ്രചാരണത്തിനുള്ള സമയവുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിലുണ്ട്. ഈ ഷെഡ്യൂളിനെ എങ്ങനെ കാണണം ബി ദിലീപ് കുമാർ?
റിജിത്ത്, കേരളമടക്കം 22 സംസ്ഥാനങ്ങളിലാണ് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുക. കേരളത്തിൽ ഇതിനകം തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. BJPയുടെ 4 സീറ്റുകളിൽ സംസ്ഥാനത്തിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. ആ പ്രഖ്യാപനവും ഉടൻ തന്നെ നിലവിൽ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമായിട്ടുണ്ട്. ദേശീയ തലത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ സജീവമായി നടക്കുകയാണ്. അവശേഷിക്കുന്ന തർക്കങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ, അതോടൊപ്പം തന്നെ നേതാക്കൾ. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏപ്രിൽ 26-ന് സംസ്ഥാനം വിധി എഴുതാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ 19 എണ്ണവും UDFിന് അനുകൂലമായിരുന്നു. ഒരു സീറ്റിൽ മാത്രമാണ്, ആലപ്പുഴയിൽ മാത്രമാണ് കഴിഞ്ഞ തവണ LDFിന് വിജയിക്കാനായത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ സ്ഥിതി ആകില്ല ഇപ്പോഴെന്ന് ഇടതു നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് BJPയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ അവകാശവാദം. BJPയും ആ നിലയിൽ തന്നെ വളരെ സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. അരുണാചൽ പ്രദേശ്, ആൻഡമാൻ നിക്കോബാർ, ആന്ധ്രാപ്രദേശ്, ചണ്ഡീഗഡ് തുടങ്ങി ലഡാക്ക്, മിസോറാം, മേഘാലയ, തമിഴ്നാട്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഒറ്റഘട്ടമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 4 സംസ്ഥാനങ്ങളിലാണ്. കർണാടക, രാജസ്ഥാൻ, ത്രിപുര, മണിപ്പൂർ എന്നിവയാണ് 2 ഘട്ടങ്ങളിലായി വിധി എഴുതുക. 3 ഘട്ടങ്ങളിലായി വിധി എഴുതുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡും ആസാമുമാണ്. 4 ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒഡീഷ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് എന്നിവയാണ്. 5 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മഹാരാഷ്ട്രയിലും ജമ്മു കശ്മീരിലുമാണ്. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം ഇനി കൂടുതൽ സജീവമാകും, ദേശീയ രാഷ്ട്രീയം ഇനി കൂടുതൽ സജീവമാകും എന്ന കാര്യം ഉറപ്പാണ്. റിജിത്ത്. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 97 കോടി വോട്ടർമാർ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമാകാൻ പോകുന്നു. 1.5 കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും 1.8 കോടി കന്നി വോട്ടർമാരും 47.1 കോടി സ്ത്രീ വോട്ടർമാരും 49.7 കോടി പുരുഷ വോട്ടർമാരും അടങ്ങുന്ന ജനാധിപത്യത്തിന്റെ ഉത്സവ കാഴ്ചയിലേക്ക് രാജ്യം കടക്കാൻ പോവുകയാണ്. കേരളത്തിൽ ഏപ്രിൽ 26-ന് വിധിയെഴുത്ത് നടക്കാൻ പോകുന്നു. വെള്ളിയാഴ്ചയാണ് വിധിയെഴുത്ത് ദിനം. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കാൻ പോകുന്നു. 7 ഘട്ടങ്ങളിലായി രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്, ഏതൊക്കെ മണ്ഡലങ്ങളാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ വളരെ വിശദമായ വിശകലനങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് വിധി എഴുതാൻ പോകുന്നത്. ജമ്മുകശ്മീരിലെ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിലും അതുണ്ടായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ, ചില സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതികളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയം മുമ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. ഇനി കേരളത്തിലടക്കം പ്രചാരണത്തിൻ്റെ ഏറ്റവും ഊർജിതമായ ദിനങ്ങളിലേക്കാണ് ഇനി കേരളം കടക്കാൻ പോകുന്നത്.